എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു മൂവി ടീസർ റിയാക്ഷൻ ആണ്. മൂവിയുടെ പേരെന്താ? സ്ലം ഡോഗ് 33 ടെമ്പിൾ റോഡ് എന്നാണ് ആ മൂവിയുടെ പേര്. പിന്നെ സംവിധായകന്റെ പേര് പൂരി ജഗന്നാഥൻ അങ്ങനെ എന്തോ ആണ്. നമ്മൾ മലയാളത്തിൽ ജഗന്നാഥൻ തമ്പുരാനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓർമ്മണ്ടല്ലോ, ആറാം തമ്പുരാൻ. പിന്നെ അതിൽ വിജയ് സേതുപതിയാണ് അഭിനയിച്ചിട്ടുള്ളത്. അയാൾക്ക് തിയേറ്ററിൽ വിജയം വന്നിട്ട് കുറെ നാളായി. നിനക്ക് ഓർമ്മ ഉണ്ടോ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ വിജയം വന്ന ഏത് മൂവിയാണെന്ന്? ആ മൂവിയുടെ പേരെന്താ? മഹാരാജ. അത് തന്നെ. അത് ഒരു കിടില മൂവിയായിരുന്നു. അപ്പോൾ നമുക്ക് ടീസർ റിയാക്ഷനിലോട്ട് போகலாம். ஒரு மழை அடித்தாலே காக்கா மாதிரி எங்கேயாவது ஓரமாக ஒளிஞ்சிக்கிறது எங்களோட வாழ்க்கை. அப்படிப்பட்ட எங்கள் வாழ்க்கை யாராவது நசுக்குனா நான் எப்படி சும்மா இருப்பேன்? ഇത് തുടക്കം മുതലേ അങ്ങ് ഫൈറ്റാണല്ലോ. ഇത് എന്ന് വെച്ചാൽ സ്ലം ഡോഗ് എന്ന് പറയുന്ന ഏറ്റവും പാവപ്പെട്ട ഒരു, അത് മാത്രല്ല തെരുവിൽ ജീവിക്കുന്ന നാഴികനെ പോലെ. ഇപ്പൊ എല്ലാം സെറ്റ് ചെയ്യണതെല്ലാം ഒരു ഗ്രാമത്തിലും പിന്നെ ഒരു വളർന്നു കയറുന്നതും അങ്ങനെ ഇല്ല. ഇത് അങ്ങനെയില്ല. എന്ന് വെച്ചാൽ അവൻ താഴെ കിടക്കുമ്പോ അവനെ അടിക്കാൻ വേണ്ടി വേറെ ആരോ വേണം. എന്ന് വെച്ചാൽ അവിടെ കിടന്നിട്ടും അവനെ ആരോ അടിക്കാൻ നോക്കണം. വെട്ടം കുത്തുവാണല്ലോ ആദ്യം തന്നെ. അത് മാത്രല്ല നായികനാണ് ഇത് നമ്മളെ നായികല്ലേ, അങ്ങനെ എന്തോ ഒരു കൊച്ചല്ലേ, മലയാളിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ടാണെന്ന് തോന്നല്ലേ? ഇല്ല, 24 സെക്കൻഡ് ആയുള്ളൂ. ഇതില് ഡയലോഗിന്റെ കാര്യം കൂടുതൽ വെട്ടം കുത്തുമായിരുന്നു. അടിപൊളിയും ഇത് സംഭവം എന്ന് പറഞ്ഞാൽ മറ്റേ ഇതാണെന്ന് തോന്നുന്നു. ഇവന് മറ്റേ കല്ല് പോലെ നിൽക്കുമെന്ന് തോന്നുന്നു. അവന് കണ്ണ് കാണില്ലെന്നാണ് തോന്നുന്നത്. എപ്പോഴും കണ്ണാടി വെച്ചിട്ടുണ്ട് ബ്ലാക്ക്, ശ്രദ്ധിച്ചാ? എന്നിട്ട് ഇയാൾ പറ്റിയിരിക്കും. അതായത് ആ കത്തിയെടുത്ത് കുത്തുമ്പോ എന്ന് വെച്ചാൽ ഇവന് കണ്ണ് കാണാമോ ഇല്ലേ നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി കുത്തുന്നായിരിക്കും. അതോ ഇയാൾ മറ്റേ പാറ പോലെ നിൽക്കണുണ്ട് അങ്ങനെ നിൽക്കുന്ന ബാക്കി അയ്യോ Look at me, does it look like I'm kidding with me? And BS, tell me that I'm lying. I come from a farm. Eat your ass, don't fuck with me, boy. Watch the ഇത് മഹാരാജയിലുള്ള പോലെ അല്ലേ? ആ മറ്റേ പോലീസ് സ്റ്റേഷൻ എന്തോ പോയിരിക്കുന്ന പോലെ. അത് പോലീസ് സ്റ്റേഷൻ തന്നെ. പോലീസ് സ്റ്റേഷൻ തന്നെ. എന്നാലും ഒരു ഇതുണ്ട് എന്ന് വെച്ചാ എന്തു പറയാ, അവന് കണ്ണ് കാണൂലെന്ന് 100% ഉറപ്പാണ്. പക്ഷെ മഹാരാജനെ ഉള്ള പോലെ അല്ല ഇതില്. ഇത് ഫുള്ളും അവൻ ഒരു വയലൻസ് ക്യാരക്ടറാണ്. അതില് ആദ്യം നമുക്ക് തോന്നൂലല്ലോ ആ ഒരു വയലൻസ് ആണെന്ന്. പക്ഷെ ഇതില് ഇവര് കാണിക്കുന്ന മൊത്തം വയലൻസ് ആണല്ലോ. അതെ, ഇതില് അവൻ ഒരു വയലൻസ് ക്യാരക്ടറാണ്. പക്ഷെ പാവം പോലെ ഇരിക്കുമെങ്കിൽ അതിന്റെ കണ്ണ് കാണാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പം കണ്ണ് കാണുമായിരിക്കും ആൾക്കാരെ ഫ്രണ്ടിൽ, അങ്ങനെ അങ്ങനെ. അതല്ല, ഇത് എന്താണ് സംഭവം? ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ടീച്ചറിലൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഒരു ഏറ്റവും താഴെ കിടക്കുന്ന ഒരാളെ ആരൊക്കെയോ ചേർന്ന് അടിക്കാൻ നോക്കുന്നത്. ഒരാളെ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഗ്രൂപ്പിനായിരിക്കും. അപ്പൊ അവിടെ നിന്ന് ഇവൻ തിരിച്ചു പോരാടാനായിട്ടുള്ള എനിക്ക് തോന്നുന്നത് ഇവൻ ആ നാട്ടിലുള്ള ഒരാളാണ്. സംഭവം ഇവർക്ക് വേണ്ടി നിൽക്കണായിരിക്കും, മെയിൻ ആയിട്ട് നിൽക്കുന്ന ആൾ. അതായത് ഇവൻ ഒരു തെരുവിൽ കിടക്കണേടാ, തെരുവിൽ കിടക്കണായിട്ടാണ് കാണിക്കുന്നത്. ആ പേരും അങ്ങനെ തന്നെയല്ലോ, സ്ലം ഡോഗ് എന്നല്ലേ. സ്ലം എന്ന് വെച്ചാൽ ഏറ്റവും തെരുവിൽ കിടക്കുന്ന ഒരു ഇതാണ്. അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു തന്നെയല്ലേ. എന്തായാലും ഇത് സാധനം കൊള്ളല്ലേ. അടി മാത്രമേ കാണിക്കണുള്ളൂ. മൊത്തം ഫൈറ്റ്. അറിഞ്ഞൂടാ, അതിന് കൂടുതൽ ഒന്നും കാണിച്ചില്ലല്ലോ. വെട്ടിപ്പറകിടുമായിരിക്കും. ഒരു വേറൊരു പോലീസുകാരെ കാണിക്കില്ലേ, ഒരു നായിക. അവളും അടിക്കുകയാണ് ചെയ്യണേ. അത് മറ്റേ നമ്മളെ ഹിന്ദിയിലുള്ള നടിക, അയാളെ പോലെ ആയിരിക്കും. ഹിന്ദിയിലുള്ള നടി തന്നെ. എല്ലാം കൊണ്ടും ഒരു മാസം മയം തന്നെ പടം. ഈ കണ്ണോട് കണ്ടില്ലെങ്കിൽ പൊടിയായിരിക്കും, വേറെ ലെവലായിരിക്കും. കണ്ണോട് കണ്ടില്ലെങ്കിൽ ഇതേപോലെ ഒരു വിക്രമിന്റെ പടം ഉണ്ട്. അത് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്തൊക്കെയാണ് നടി. ഇവരങ്ങ് പോണത് ഇന്റർവെൽ വെച്ച് എന്തോ കണ്ണു പോകും. പിന്നെ ഇതേപോലെ വേറൊരു മൂവി ഉണ്ടല്ലോ, അതായത് സൈക്കോ തന്നെ. അത് തന്നെ അല്ലേ, ഉദയനിധി സ്റ്റാലിൻ. അതേ മതില്ലേ നമുക്ക്. എന്തായാലും നമുക്ക്